ഇന്റലിജൻസ് ഒക്കെ പരാജയപ്പെട്ടു എന്നാണ് അന്നൊക്കെ പറഞ്ഞത്. ഈ മുംബൈ ഭീകരാക്രമണ സമയത്തൊക്കെ ഇതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ജനാധിപത്യം നൽകുന്നത്. അതാണ് ഇന്ത്യ. പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് തരത്തിൽ നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി സംഘങ്ങളൊക്കെ പുറത്തു പോയിരിക്കുന്നത് രണ്ട് തരത്തിലാണ് നമ്മളിത് കാണുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജനാധിപത്യത്തിന്റെ അവകാശം ഇവിടെയുള്ള ജനങ്ങൾക്കില്ലേ, ജനപ്രതിനിധികൾക്കില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. അതിന് പകരം പാകിസ്ഥാനിന്റെ പ്രോപ്പഗാൻഡ നടപ്പാക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നിടത്ത് ഒരു മര്യാദ കേടില്ലേ? അപർണ, ഈ ഒരു തുലനം വളരെ സത്യമായ ഒരു തുലനം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മുംബൈ ഭീകരാക്രമണത്തെയും പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെയും തുലനം ചെയ്യുക തന്നെ വേണം. അന്ന് നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്, എന്താണ് പരസ്യം കൊടുത്തത് എന്ന് ജനങ്ങൾ അറിയുക തന്നെ വേണം. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ജനങ്ങൾക്ക് വേണ്ട രാഷ്ട്രീയത്തിനായി BJPക്ക് എന്തു ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ BJP എടുത്ത നിലപാടുകളാണ് BJPയെ അധികാരത്തിലെത്തിച്ചത്. കാരണം ജനങ്ങൾ BJPയോടൊപ്പമായിരുന്നു. ഇന്ന് കോൺഗ്രസ് ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഓരോ ട്വീറ്റുകളും ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ജനങ്ങളല്ല, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്ന് ജനങ്ങൾ അവരെ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശശി തരൂർ എത്ര വ്യക്തമായാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് BJPക്ക് നൽകുവാൻ കഴിയുന്നതിനേക്കാൾ ശക്തവും വ്യക്തവുമായ ഉത്തരങ്ങളുമായി ഇന്ന് ശശി തരൂർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ശശി തരൂരിനോടൊപ്പമാണ്. അപ്പോൾ ശശി തരൂരിന് താക്കീത് നൽകുവാനും അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കാനും ഒക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ട്രാറ്റജി തെറ്റാണ്. അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, BJPയെ ഒന്ന് പിറകോട്ടടിക്കുവാൻ, രാഷ്ട്രീയ ലാഭം കൊയ്യുവാൻ അവർ കാണുന്ന ആ ഒരു സ്ട്രാറ്റജി അത് അവരെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി. നമ്മുടെ വിദേശകാര്യ മന്ത്രി ലീക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് പാകിസ്ഥാന് മേൽക്കൈ കിട്ടി. അതുപോലെ തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഷെൽ ആക്രമണങ്ങൾ അതൊരു ട്രാജഡിയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കാശ്മീരിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയിൽ ഒട്ടാകം നടന്ന് കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ഷെല്ലാക്രമണം കൊണ്ട് നേരിടുന്ന ആ ഒരു വേദന, ആ ഒരു ദുരന്തം പറയണമെന്നാണ്. അത് പറയേണ്ടത് പാകിസ്ഥാനോടല്ലേ? ഇന്ത്യയിൽ നടന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം? പാകിസ്ഥാനാണ് ഷെല്ലാക്രമണം നടത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പറയുന്നതെല്ലാം പാകിസ്ഥാന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ട്വിറ്റർ ഹാൻഡിലുകൾ അവർ അതെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല, ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള രാഷ്ട്രീയമാണോ? സാധാരണ ജനങ്ങൾ പിന്താങ്ങുന്നത് പോകട്ടെ, അവർ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം പോലും അല്ല ഇത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശകർ അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് വെറും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള തെറ്റുകളാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വ്യക്തമായി ശശി തരൂർ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. എന്നിട്ടും ഇവർ ഒരു പാഠവും പഠിക്കുന്നില്ല. ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇരവാദം മുഴക്കുകയാണ്. ഇരവാദം എന്താണ്? രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ BJPക്ക് പേടിയാണോ? അതൊന്നുമല്ല. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ഇവിടെ ആർക്കും ഒരു പേടിയുമില്ല എന്ന് മാത്രമല്ല, അത് പാകിസ്ഥാന് ഗുണപ്പെടുകയും ചെയ്യുന്നു. അതും ഒരു പ്രശ്നമല്ല. അതിനും വലിയൊരു പ്രശ്നം ഇന്ത്യയിലെ പ്രതിപക്ഷം ഇത്രത്തോളം ശോഷിച്ചു പോകുന്നു, ഇത്രത്തോളം അത് വീക്കെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആദ്യം ഇന്ത്യക്കും അതുപോലെ സൈന്യത്തിനും അതുപോലെ സർക്കാരിനും നിരുപാധിക പിന്തുണ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള യാതൊരു അവസരവുമില്ലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ 10 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ ചോദിച്ചു, എവിടെ തിരിച്ചടി, എവിടെ ഭീകരർ? അപ്പോൾ അവർ ചെറുതായി രാഷ്ട്രീയ മുതലെടുപ്പ് തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷേ പിന്നെ തിരിച്ചടി ഉണ്ടായപ്പോൾ കുറച്ചു കാലം അവർ വീണ്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതോ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സീസ് ഫയർ ഉണ്ടായതോടുകൂടി വീണ്ടും ചോദ്യങ്ങളായി, വീണ്ടും പലതരത്തിലുള്ള തുലനങ്ങൾ. പണ്ട് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ അടിച്ചു തരിപ്പണമാക്കിയില്ലേ
എന്നൊക്കെയുള്ള പല പല തുലനങ്ങളും അവിടെ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ ശശി തരൂർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതൊരു വാറല്ല, ഇതൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് മാത്രമാണ്, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ എടുത്തുകൊണ്ടുവന്ന് അത് വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാൻ നോക്കി. പക്ഷെ അത് ട്രംപ് തന്നെ മാറ്റി പറഞ്ഞതോടുകൂടി അതിനുള്ള അവസരവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പല പല പ്രസ്താവനകൾ പറയുകയും അതെല്ലാം ജനങ്ങൾ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതിലൊന്നും കടന്നില്ലെങ്കിലും എവിടെ ഭീകരർ എന്നുള്ള ചോദ്യം താങ്കളും ചോദിച്ചു. അത് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചു. തിരിച്ചടി കൊടുക്കട്ടെ, എവിടെയാണ് ഭീകരർ? ഈ പെഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട 26 പേരുടെ ബന്ധുക്കൾ അത് ആലോചിക്കുന്നുണ്ടാവില്ലേ? അതിനുവേണ്ടി ചോദിക്കാനുള്ള ഒരു ബാധ്യത പ്രതിപക്ഷത്തിനല്ലേ? തീർച്ചയായും. ഇപ്പോ ഇത്തരത്തിൽ ഇതിനെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു കാര്യം. നമ്മുടെ നാട്ടിലെ നഷ്ടപ്പെട്ട ജീവനുകൾ ഇന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ അതുപോലെ തീവ്രവാദികളെ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് ദിനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കൊന്നു തള്ളിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണത്തിൽ മരണപ്പെട്ട ആരും ഒരു കുടുംബവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. ഇന്നിപ്പോൾ ആ തീവ്രവാദികളെ പിടിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് നമ്മുടെ സേനയുടെ കഴിവുകേടാണ്, നമ്മുടെ സർക്കാരിന്റെ കഴിവുകേടാണ് എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് വ്യക്തമായ ഒരു തിരിച്ചടി നൽകി കഴിഞ്ഞു. നമുക്ക് പരസ്യമായി ചോദിക്കേണ്ട, പക്ഷേ പാർലമെന്റ് സമ്മേളനം വിളിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ജനപ്രതിനിധികളോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഈ പരസ്യമായി ചോദിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അതിനു മുൻപ് തന്നെ ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തുകൂടെ? ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൂടെ? എന്തിനാണ് അതിലൊരു വ്യത്യാസം കാണുന്നത്? ഇതിൽ യാതൊന്നും മറച്ചു വെക്കുവാനില്ല. ഇന്ന് അതിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം, ബാക്കിയുള്ളവരെ ഇന്നും പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാരും പറയുന്നത്. കാരണം പിടിച്ചിട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ ചോദ്യം, അവരെ പിടിച്ചു കൊന്നു തള്ളിയില്ലെങ്കിൽ അത് ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരോടുള്ള അനാദരവാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഭാഷ്യം അത് നമ്മൾ നിർത്തിയേ പറ്റൂ. കാരണം അതിന് യാതൊരു സ്റ്റാൻഡിങ്ങുമില്ല. ഇന്ന് നമ്മുടെ സർക്കാർ വളരെ വ്യക്തമായി തന്നെ തിരിച്ചടി നൽകേണ്ടവർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെ അവരെ ഒന്നും വെറുതെ വിടുവാൻ പോകുന്നില്ല. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരാളെ പോലും ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 10-15 വർഷത്തിന് ശേഷമാണ് നമുക്ക് പിടിക്കുവാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചാലും അവരെ പിടിക്കും എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ആ പിടിക്കുന്നതിന് ഒരു ദിനം, അതായത് ഒരു ഡെഡ് ലൈൻ കൊടുക്കുവാൻ ഇന്ന് ആരാണ് മുന്നോട്ട് വരുന്നത്? കോൺഗ്രസ് അങ്ങനെ ഒരു ഡെഡ് ലൈൻ മുന്നോട്ട് വെക്കുമോ? അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലത് തന്നെ. പിടിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ജനാധിപത്യമാരായ ഒരു ചോദ്യങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കരുത് എന്നും കൂടിയാണോ? തീർച്ചയായും അങ്ങനെയല്ല. ചോദിക്കുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും. കാരണം ജനങ്ങൾക്കറിയാം ഇതിന്റെ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മനുഷ്യത്വരഹിതമായ ഇത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആശയ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ചോദിക്കുക തന്നെ ചെയ്യും, ചോദിക്കട്ടെ. പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ അതോ ഇത് ജനങ്ങളോട് കൂടിച്ചേർന്ന് നിന്നുള്ള ചോദ്യമാണോ എന്നുള്ളത്. അവിടെയാണ് കോൺഗ്രസിന് പിഴയ്ക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയേനെ. മൻമോഹൻ സിംഗ് സർക്കാരിനെ അങ്ങനെ പ്രതിക്കൂട്ടിലാക്കുവാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം മൻമോഹൻ സിംഗ് അന്ന് മുംബൈയിൽ വന്ന് താങ്കൾ പറയുന്നതിന് ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഡൽഹിയിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണത്തിന് സർക്കാർ പരാജയപ്പെട്ടു എന്ന് BJP പറഞ്ഞത്. എന്താണ്? ആ സമയത്ത് വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിഷയം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ അപ്പൊ ഉണ്ടായിട്ട് അവർ മുതലെടുപ്പ് നടത്തട്ടെ, അപ്പോൾ അറിയാം എന്നാണോ പറയുന്നത്? താങ്കൾ തന്നെ പറയുന്നതിനെ താങ്കൾ തന്നെ ഖണ്ഡിക്കുന്നു. തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി തന്നെയാണ് പറയുന്നത്. ജനങ്ങളാണ് ഇതിൽ വിധി എഴുതേണ്ടത്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണോ അതോ ഇതൊരു യഥാർത്ഥ പ്രശ്നമാണോ? നമ്മുടെ ഇന്ത്യൻ ജനത ഇന്ന് സുരക്ഷിതത്വ ബോധത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? നമ്മുടെ സേനയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ആ സുരക്ഷിതത്വ ബോധം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് അതിന് വിധി എഴുതി കഴിഞ്ഞു. ഞാൻ തിരികെ എത്താം.